മമ്മൂട്ടിയാര മഹാരാജാവോ? അയാളെ വന്ദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാം മറന്നെന്ന് അദ്ദേഹം പറഞ്ഞു. 150-ലധികം മലയാള സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിക്കുകയും നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രതിഭ തെളിയിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് പി ശ്രീകുമാർ. മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുമായും അടുത്ത സൗഹൃദം ശ്രീകുമാറിനുണ്ട്. ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ സഹായിച്ചത് മമ്മൂട്ടിയായിരുന്നുവെന്ന് ശ്രീകുമാർ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. നിവൃത്തിയില്ലാതിരുന്ന തന്നെ ഈ നിലയിൽ എത്തിച്ചത് മമ്മൂട്ടിയാണെന്ന് മുൻപ് സഫാരി ചാനലിലെ പരിപാടിയായ ചരിത്രം എന്നിലൂടെയിൽ ശ്രീകുമാർ വെളിപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടിയെ ഒരു സമയത്ത് തനിക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും എന്നാൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിയാണ് മമ്മൂട്ടി എന്നുമാണ് ശ്രീകുമാർ പറഞ്ഞത്. നടന്റെ പഴയ അഭിമുഖം വീണ്ടും മമ്മൂട്ടി ആരാധകർക്കിടയിൽ വൈറലായി മാറിയിട്ടുണ്ട്. ശ്രീകുമാറിന്റെ വാക്കുകൾ: കയ്യും തലയും പുറത്തിടരുതെന്ന സിനിമയുടെ കഥ പറയാൻ വേണ്ടി ഞാനും തോപ്പിൽ ബാസിയും കൂടി മദ്രാസിൽ മമ്മൂട്ടിയെ കാണാനെത്തി. ഞങ്ങൾ ചെല്ലുമ്പോൾ ടൈറ്റ് ബനിയനൊക്കെ ഇട്ട് സുന്ദരനായി മമ്മൂട്ടി അവിടെ ആൾക്കൂട്ടത്തിന് നടുവിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ജിയോ കുട്ടപ്പനുണ്ട്, ജൂബിലി ജോയ് ഉണ്ട്, അങ്ങനെ 4-5 പേരുണ്ട്. ഞാൻ മമ്മൂട്ടിയോട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാൽ മമ്മൂട്ടി ഒന്നും മിണ്ടിയില്ല. കുറെ നേരത്തിന് ശേഷം അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഇറങ്ങി വരാൻ സാധിച്ചില്ലെന്നും കൂടെ ഇരുന്നവരെല്ലാം ഇൻഡസ്ട്രി നയിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞു. സെപ്റ്റംബറിലാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതെന്നും 6 ദിവസത്തെ ഡേറ്റ് മാത്രം മതിയെന്നും പറഞ്ഞു. എന്നാൽ തനിക്ക് സമയമില്ലെന്നും 1 വർഷം കഴിഞ്ഞ് നോക്കാമെന്നുമായിരുന്നു മറുപടി. കുറച്ചു നേരം മൗനമായി ഇരുന്ന ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. മമ്മൂക്ക ഉടൻ പൊട്ടിത്തെറിച്ചു. അഡ്ജസ്റ്റ് ചെയ്തു തരാൻ താൻ ആരാ? എന്റെ സ്വജാതിക്കാരനാണോ അതോ കൂടെ പഠിച്ചതാണോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും ചോദിച്ചു. ഞാൻ ഇങ്ങനെ മമ്മൂട്ടിയുടെ മുൻപിൽ ഇളിമ്പനായി നിന്നു. അതേസമയം മമ്മൂട്ടി കോടമ്പക്കം കാണുന്നതിന് മുൻപ് അവിടെ എത്തിയ എനിക്ക് എന്തെങ്കിലും മറുപടി പറയണമല്ലോ എന്ന ചിന്ത എന്നിൽ ഉണർന്നു. ഈ സമയം മമ്മൂട്ടി ഈ ചിത്രത്തിനടുത്ത സെപ്റ്റംബറിൽ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മമ്മൂട്ടി ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അവിടെ വെച്ച് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി, പിരിഞ്ഞു. അന്ന് ഹോട്ടലിൽ എത്തിയിട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഇയാളെ 2 ചീത്ത കൂടി വിളിക്കണമെന്ന തോന്നൽ. അങ്ങനെ കാർ എടുത്ത് പ്രസാദ് സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടെ മമ്മൂട്ടിയുടെ കൂടെ ജോസ് പ്രകാശും ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി ശുദ്ധനാണ്, പറഞ്ഞതൊക്കെ അപ്പോഴേക്കും മറന്നിരുന്നു. എന്നെ കണ്ട ഉടനെ ചോദിച്ചു, ആ സിനിമയിലേക്ക് ആളായിട്ടില്ലെങ്കിൽ ആ കഥാപാത്രം ജോസിന് കൊടുക്കുമോ എന്ന്. കേട്ട പാതി അവസരം വീണ് കിട്ടിയ ഞാൻ വീണ്ടും ചൂടായി, കുറെ അസഭ്യം പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം പ്രിയദർശന്റെ രാക്കുലൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. എന്നെ കണ്ടയുടനെ അദ്ദേഹം സലാം വെച്ചു. എന്നാൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അവിടെ എനിക്കൊപ്പം ഉണ്ടായിരുന്ന നാനവാരികയുടെ ആളുകൾ എന്നോട് ചോദിച്ചു, എന്താ മമ്മൂട്ടി സലാം ചെയ്തിട്ട് മൈൻഡ് ചെയ്യാത്തതെന്ന്. മമ്മൂട്ടി ആര്? മഹാരാജാവോ? അയാളെ കണ്ടാൽ വന്ദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു എന്റെ മറുപടി. ഞാൻ സലാം തിരിച്ചു പറയാതിരുന്നത് കൊണ്ട് മമ്മൂട്ടി ഇങ്ങോട്ട് വന്ന് എന്നോട് മിണ്ടി. എന്നെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇതുവരെ ഇതൊന്നും മറന്നില്ല എന്ന് ചോദിച്ചു. അതോടെ എന്റെ ഗ്യാസ് പോയി. അത് പിന്നീട് നാനയിൽ ആർട്ടിക്കിളായി വന്നിട്ടുണ്ട്. പിന്നീട് സിനിമാ നിർമ്മാണത്തിൽ ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനായി തറയിൽ വീണ് കിടന്നപ്പോൾ എനിക്ക് കൈത്താങ്ങായി കൂടെ നിന്നത്, അന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന എന്നെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത് അദ്ദേഹമാണ്. ഇന്ന് എന്റെ സുഹൃത്തും സഹോദരനുമൊക്കെയാണ് മമ്മൂട്ടി. അപാരമായ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം എന്നായിരുന്നു ശ്രീകുമാറിന്റെ വാക്കുകൾ.